Dear friends, welcome to a brief discussion on the historical overview of British literature. British literature, as you know, is the literature of Britain or the United Kingdom. But as far as we Indians are concerned, British literature was known as English literature till the last lap of the 20th century. But towards or to be more precisely in the 1980s, there were many literatures appearing on the horizon of literary studies apart from British literature and American literature. So now we have to be more careful with the nomenclature, and so using literature instead of English literature, because there are many English literatures like Indian English literature, Australian literature, Canadian literature, etc. So as far as British literature is concerned, it has been divided into different eras and ages, which is called as categorization. Now we are also following a categorization which was prepared by M.H. Abrahams, a noted literary critic. And I have already shared with you the diagram of that categorization. So, coming back to the beginning of British literature, we call the first phase as Old English literature, or the literature of the Anglo-Saxon period, which begins with the coming of the Germanic tribes to the English Channel. They came from the north of Europe and came with language which later came to be known as Anglo-Saxon language. So later, when they came to England, after they came to England, they were converted to Christianity. ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള അവരുടെ പരിവർത്തനത്തോടൊപ്പം തന്നെ സാഹിത്യരംഗത്തും ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ആ പരിവർത്തനം വേറെ ഒന്നുമല്ല, ഓറൽ ലിറ്ററേച്ചറിൽ നിന്നും റിട്ടൺ ലിറ്ററേച്ചറിലേക്ക് മാറുന്നു എന്നതാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത, ആദിമകാല ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത, ബൈബിളുമായി ബന്ധപ്പെട്ട തീമുകൾ, അതുപോലെ തന്നെ ലിറ്റനീസ്, അതുപോലെ തന്നെ എപ്പിഫനീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ്. ഹോമിലീസ് എന്ന് പറയുന്ന അവരുടെ സ്പീച്ച് എഴുതി എന്നുള്ളതാണ്. ഹോമിലീസൊക്കെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ ആദ്യകാല കൃതികളിൽ പെട്ടതാണ്. എന്തായാലും ആ കാലത്തേക്ക് അവിടത്തേക്കൊന്നും എത്തിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന ഏറ്റവും പഴയ ഇംഗ്ലീഷ് കൃതി എന്ന് പറയുന്നത് ഒരു എപ്പിക്കാണ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ബിയോവുൾഫ്. ആ കാലത്തെ രണ്ട് കവികളെ പറ്റി നമുക്കറിയാം. ഒന്ന് കേഡ്മൻ, വേറൊന്ന് കൈൻവുൾഫ് എന്നുള്ളവരാണ്. അവരുടെ തീംസൊക്കെ റിലീജിയസ് ആണ്. ബൈബിളിലെ പല തീമുകളെ എടുത്തിട്ടാണ് അവർ എഴുതിയിരുന്നത്. സോ ഫ്രം 450 ടു 1066 ഇതാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. 1450 AD എന്ന് പറഞ്ഞാൽ റഫ്ലി ദ ടൈം ദ ആംഗ്ലോ-സാക്സൺസ് കെയിം ടു ഇംഗ്ലണ്ട്. അതാണ് 450 AD പ്രത്യേകത. 1066 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്, വിച്ച് വാസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദ ഹിസ്റ്ററി ഇസ് കൺസേൺഡ്. ആ ഹേസ്റ്റിലാണ് ഈ സാക്സൻസിനെ നോർമൻസ് തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ കാലഘട്ടം ഒരു 5 centuries, ഇതാണ് ഈ ആംഗ്ലോ-സാക്സൺ കാലഘട്ടം അഥവാ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾഡൻ എറ, നമ്മൾ സുവർണ യുഗം എന്നൊക്കെ എപ്പോഴും പറയും, അത് എന്ന് പറയാവുന്നത് 9th centuryയാണ്. ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആംഗ്ലോ-സാക്സൺ കിങ് ഭരിച്ച കാലമാണ്. അന്ന് ഒരുപാട് ലിറ്റററി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായ കാലമാണ്. ഒരുപാട് കൃതികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോമിലീസും മറ്റും ഒക്കെ ധാരാളം വന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഗോൾഡൻ എറ എന്ന് നമ്മൾ പറയുന്നു. Then we come to Middle English literature,
നേരത്തെ പറഞ്ഞതുപോലെ ദ നോർമൻ കോൺക്വസ്റ്റ് ഹാപ്പൻഡ് ഇൻ 1066 ഹേസ്റ്റിങ്സ് വാറോട് കൂടിയിട്ട്. അവിടെ നിന്ന് ഏതാണ്ട് 1500 വരെയുള്ള കാലഘട്ടത്തിനെയാണ് എഗെയിൻ 500 ഇയേഴ്സ്. ഇതിനെയാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന് പൊതുവെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ഇവിടെ ഉണ്ടായിരുന്നു, നോർമൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. നോർമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് വേരിയൻ്റാണ്. ഈ നോർമൻസ് എന്ന് പറയുന്നത് നോർത്ത് മെൻ എന്നുള്ള വാക്കിൻ്റെ ഒരു ഫോമാണ്. നോർത്ത് മെൻ മീൻസ് ദേ കെയിം നോർത്ത് ഓഫ് യൂറോപ്പ് ആൻഡ് ഫ്രാൻസ്. നോർമണ്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. ഫ്രഞ്ച് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവർ ഈ ഫ്രഞ്ച് ഭാഷ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് ആംഗ്ലോ നോർമൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വർക്ക്സിനെ പറ്റി നമുക്ക് ഇപ്പോൾ അറിയാം. മോസ്റ്റ് ഓഫ് ദം റിട്ടൺ ഇൻ ഫ്രഞ്ച്. ഇതിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പേരുകളെല്ലാം തന്നെ ഫ്രഞ്ചാണ്. മേരി ഡെലെ ഫ്രാൻസ് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ലെയ്സ് എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. ഗിയൂം ഡു ലോറിസ് എന്ന് പറയുന്ന 2 വർക്കാണ് അവരുടേതായിട്ടുള്ളത്. അതുപോലെ തന്നെ ജാൻ ദേ മിയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വളരെ പ്രസിദ്ധമായ റോമൻ ഡി ലാ റോസ്. റോമൻ ഡി ലാ റോസ് എന്ന് പറഞ്ഞാൽ റൊമാൻസ് ഓഫ് ദ റോസ് എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് വാക്കാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയാവുന്ന, ഈ കാലത്തെ എഴുത്തുകാരൻ എന്ന് പറയാവുന്നത് കെച്ചിയൻ ഡെട്രോയ്സിൻ്റെയാണ്. കെച്ചിയൻ ഡെട്രോയ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതി, ഇതെല്ലാം റൊമാൻസിൽ പെടുത്തുന്നതാണ്. ഇറിക്കറ്റ് ഇനീഡ് എന്നുള്ള കൃതിയാണ്. ഇത് ആർദൂറിയൻ റൊമാൻസ്, കിങ് ആർതറിൻ്റെ റൗണ്ട് ടേബിളിൽ പെടുന്ന റൊമാൻസുകളിൽ ആദ്യത്തെ കൃതിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഇതൊക്കെ ഒരു ഏതാനും കൃതികൾ, ഒരു റെഫറൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദീസ് വർ റിട്ടൺ ഇൻ Anglo-Norman dialect that can be considered as a dialect of Anglo-Saxon plus a mixture of Anglo-Saxon and Norman languages എന്നുള്ളതാണ്. ഏതായാലും ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൗണിങ് മൂവ്മെൻറ്റ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് ജെഫ്രി ചോസറിൻ്റെ വർക്ക്സാണ്. ജെഫ്രി ചോസറാണ് ഈ മോഡേൺ ഇംഗ്ലീഷിന് അടിത്തറയിട്ടത്. മോഡേൺ ഇംഗ്ലീഷ് അല്ല, മോഡേൺ ഇംഗ്ലീഷിന് അടിത്തറയിടുന്നത് ജെഫ്രി ചോസറാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആംഗ്ലോ സാക്സൻ്റെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് ദാറ്റ് ബിലോങ്സ് ടു ദ മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് വിച്ച് വാസ് ലേറ്റർ ഡെവലപ്ഡ് ഇൻ ടു മോഡേൺ ഇംഗ്ലീഷ്. അതിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വേറെ 2 പുസ്തകങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. 2 കാവ്യ പുസ്തകങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. ഒന്ന് ട്രോയിലസ് ആൻഡ് ക്രെസീറ്റ്, വേറൊന്ന് ദ പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്. ഈ കാലത്ത് തന്നെ വേറെ അദ്ദേഹത്തിൻ്റെ 2 സമകാലികരായ ആളുകൾ എഴുതിയിട്ടുള്ള 2 പ്രസിദ്ധമായ ക്ലാസിക് എന്ന് പറയാവുന്ന ഒന്നാണ് പിയേഴ്സ് ദ പ്ലോമാൻ. ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ലാംഗ്ലാൻഡ്. അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു പാരബിൾ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കൺഫെസിയോ അമാൻറ്റിസ് എന്നുള്ളത് ജോൺ ഗോവർ എഴുതിയിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രോസ് വർക്ക്, ഇതൊക്കെ പോയമാണ്, പോയട്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ പോയട്രിയാണ്. പ്രോസ് വർക്ക് എന്ന് പറയുന്നത് ഒരു റൊമാൻസ് എന്ന് പറയുന്ന ആർദൂറിയൻ റൊമാൻസിൽ പെടുന്ന ഒന്നാണ്. മാഡ് ഡാദർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ തോമസ് മലോറി എഴുതിയിട്ടുള്ള, ഇംഗ്ലീഷുകാരനായ തോമസ് മലോറി എഴുതിയിട്ടുള്ള മാഡ് ഡാദർ എന്ന് പറയുന്ന പുസ്തകം. ഈ കാലഘട്ടത്തിലാണ് വേറൊരു പ്രത്യേകത, ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയാവുന്നത്. റൈം റൊയാൽ എന്ന് പറയുന്ന ഒരു മെട്രിക്കൽ പാറ്റേൺ എഴുതപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഇതാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ മോഡേൺ വി ഹാവ് സീൻ വാട്ട് ഈസ് ഓൾ ഇംഗ്ലീഷ് പീരീഡ് ആൻഡ് വാട്ട് ഈസ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. ഇത് രണ്ടും മോഡേൺ ഇംഗ്ലീഷ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ഭാഷയായ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന, നമ്മളിപ്പോൾ ഏത് ഭാഷയെ പറ്റിയാണോ പറയുന്നത് ആ ഇംഗ്ലീഷിലേക്ക് വന്നിട്ടില്ല. അത് വരുന്നത് ഈ മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്ന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ റിനൈസൻസോട് കൂടിയിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോം ചെയ്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിൻ്റെ പ്രത്യേകത അതാണ്. സോ in the next class we will be going to the next era of British literature. Thank you.